ഹലോ എവ്രി വൺ. സോ ദേ ഇവിടെ നോർവേയിൽ വെളുപ്പിന് 1:15 സമയം. ഞങ്ങളിതേ മൂവി കഴിഞ്ഞ് എത്തിയേക്കാണ്. ഏത് മൂവി ആയിരിക്കും? നമ്മുടെ എമ്പുരാൻ ഇന്നലെ റിലീസ്. അപ്പൊ പ്രീമിയറിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളത് പോയി. ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓർത്ത് നമ്മൾ റിവ്യൂ ഒന്നും ചെയ്യണ്ട, ബിക്കോസ് നമ്മുടെ നാട്ടിൽ 4:30 മണിക്കൂർ മുന്നേ ടൈം ഡിഫറൻസ് ഉള്ള കാരണം മൂവിയൊക്കെ ഇറങ്ങി റിവ്യൂ ഒക്കെ ഔട്ടായി. അപ്പൊ ഞാനിത് വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഇത് കണ്ടിറങ്ങിയപ്പോ ദേ രോമാഞ്ചത്തിലാണ് ഇരിക്കണേ. അപ്പൊ എനിക്കത് പറയണം എന്ന് തോന്നി. അത് കാരണമാണ് അവിടെ വന്നിരിക്കണേ. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എംപുരാൻ വർത്ത് ദ ഹൈപ്പ് ആട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ പേടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹൈപ്പ് അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തൊക്കെ പോയപ്പോൾ ഞാൻ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഈവനിങ് മൂവിക്ക് പോകേണ്ടതെന്ന്. അപ്പോൾ ഇത്തിരി എക്സ്പെക്ടേഷൻ കൂടി പോവോ എന്നായിരുന്നു എൻ്റെയും ജോസഫിൻ്റെ ഒക്കെ പേടി. പക്ഷേ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് അവർ ചെയ്തു വെച്ചേക്കണേ. മൂവി മേക്കിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. പൃഥ്വിക്ക് ഒരു സല്യൂട്ട്. ലൈക്ക് ഇത്രയും അടിപൊളി മൂവി ചെയ്തു വെച്ചേക്കണു. നമ്മുടെ മലയാളം മൂവീനെ വേറൊരു ലെവലിലേക്ക് എടുക്കുന്ന ഒരു മൂവി തന്നെയാട്ടോ അത്. ഇന്റർനാഷണൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അത് നമ്മുടെ മൂവിയിൽ വരുമ്പോൾ നല്ലൊരു ഫ്ലോ ആണ്. അതായത് ആ ഒരു സീക്വൻസ് വരുമ്പോൾ നമ്മളൊരു ഹോളിവുഡ് മൂവിയൊക്കെ കാണുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ അതിങ്ങനെ വേറിട്ട സിനിമയിൽ നിൽക്കില്ല. നല്ല ഫ്ലോയിൽ തന്നെ നമ്മൾ ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് കയറുകയും ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതായത് യൂഷ്വലി നമ്മുടെ മലയാളം മൂവീസിൽ ഒരു ഇന്റർനാഷണൽ ക്യാരക്ടർ വരുമ്പോൾ ഈ പായസത്തിൽ മീൻ കഷ്ണം ഇട്ട പോലെ ഇങ്ങനെ വേറിട്ട് നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹോളിവുഡ് മൂവിയും അത് കഴിഞ്ഞാൽ അത് നല്ല ഫ്ലോയില് നമ്മുടെ ഖുറേഷി അബ്രഹാമിന്റെ ആ ഒരു സീനുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ അവിടേക്ക് എത്തുന്നു, നമ്മുടെ എസ്തപ്പാനിലേക്ക് എത്തുന്നു. അത് നല്ല നൈസായിട്ട് ചെയ്തു വെച്ചേക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. പിന്നെ നമുക്കറിയാലോ, നിങ്ങൾ വിചാരിക്കണ കുറെ ആൾക്കാരൊന്നും ഇല്ല, കുറെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷെ ഞാൻ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തേക്കണേ, നൈസായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ നമ്മുടെ മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ ആട്ടോ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ ലാലേട്ടനും പൃഥ്വിയൊന്നും നമ്മൾ പറയണ്ടല്ലോ. അവരുടെയൊക്കെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാൻ എന്താ പറയാ, ഒന്നും പറയാൻ ഞാൻ ആളല്ല. അതായത് അത്രയും രസമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാം പൊതുവെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ. പ്രത്യേകിച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ ഒരേ പൊളി. നമുക്ക് ആക്ഷൻ പാടൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ശരിക്കും എൻജോയ് ചെയ്യട്ടോ. സ്റ്റോറി ലൈന് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇത് കൊണ്ടെത്തിക്കണ ആ ഒരു എൻഡിങ്ങും നമുക്ക് നല്ല ഇഷ്ടമാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൽ സ്റ്റീഫൻ അല്ലെങ്കിൽ നമ്മുടെ എസ്തപ്പാൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ എമ്പുരാനിൽ നമ്മൾ ഖുറേഷി അബ്രഹാമിനാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആളുടെ സ്റ്റോറിയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റോറി നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും കണക്റ്റഡ് ആയിട്ട് ആലോചിക്കണം കേട്ടോ. അതായത് എസ്തപ്പാനിൽ തുടങ്ങി നമ്മുടെ ലൂസിഫറിത്തെ സ്റ്റോറിയും അത് കഴിഞ്ഞിട്ട് ഇതൊരു സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് തന്നെ ശരിക്കും അത് നമ്മൾ ശരിക്കും തിങ്ക് ചെയ്യണം. ലൈക്ക് ആ ഒരു മൂവി കാണുന്ന സമയത്ത് അപ്പോഴാണ് ശരിക്കും ഒരു ഫ്ലോ ആൻഡ് കണക്ഷൻ നമുക്ക് കിട്ടുക. എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്തത്. ലൈക്ക് നമുക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ഖുറേഷി അബ്രഹാം ആരായിരുന്നു, എന്തായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല ആൻസേഴ്സ് കിട്ടുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറിയിൽ ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല ഇന്ന ആളുടെ ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് അറിയാൻ പറ്റുമെന്ന്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അത് വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിരുന്നു ആ മൂവിയില്. ഓസ്ലോയില് ഞാനിപ്പോ മൂവി കണ്ട് ഇറങ്ങിയപ്പോ ആക്ച്വലി എന്റെ കുറെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ അടുത്ത് സംസാരിച്ചപ്പോ കുറെ നെഗറ്റീവും കേട്ടു കേട്ടോ. മേ ബി എക്സ്പെക്ടേഷൻ ഡിഫറെന്റ് ആയിരുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടി പോയതുകൊണ്ടാവാം എന്നാണ് എനിക്ക് തോന്നണേ. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് എൽസ് ടു എക്സ്പെക്ട്. ബിക്കോസ് ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്ത് അതാണ് മൂവിയിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് 100% എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നേ, അപ്പൊ നമുക്ക് ഇഷ്ടാവാത്തവരും നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞവരും ഇങ്ങനെ ഒരുപാട് പേരെ ഇന്ന് കണ്ടു കേട്ടോ അവിടെ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി മൂവി അല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് വീട്ടിലിരിക്കുന്ന അപ്പാപ്പനെയും അമ്മാമ്മനെയും അമ്മേനെയും പിള്ളേരെയും ഒന്നും കൊണ്ട് പോവരുത്. ഇതെന്ന് പറഞ്ഞാൽ ഖുറേഷി അബ്രഹാമിന്റെ സ്റ്റോറിയാണ്. അപ്പൊ എന്തായാലും ബ്ലഡ് ഷെഡ് ആൻഡ് ഫൈറ്റ്സ്, ഒരു നല്ല ആക്ഷൻ മൂവി ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു ഫാമിലി മൂവി ആയിട്ട് എല്ലാവരെയും കൊണ്ടുപോയി കാണാൻ പറ്റുന്നതല്ല. പക്ഷെ നിങ്ങളുടെ ഹൈപ്പർ ആയിട്ടുള്ള എനർജറ്റിക് ഫ്രണ്ട്സിനെയും കൊണ്ടുപോയി ഒരു പൊളി പൊളിച്ചോ മൂവി തിയേറ്ററിൽ ഫാൻസിന്റെ കൂടെ ഇരുന്ന് കാണണം എന്നുള്ളത് ഞാൻ ഇവിടെ ശരിക്കും മിസ് ചെയ്തു. എനിക്ക് നല്ല ഒച്ചയൊക്കെ ഉണ്ടാക്കി ക്ലാപ്പ് ഒക്കെ ചെയ്തത് കാണണമെന്നായിരുന്നു. അത് പറ്റിയില്ല കേട്ടോ ആക്ച്വലി ഇവിടെ. അപ്പൊ നാട്ടിലത്തെ ആ ഒരു ഓറ ശരിക്കും ഞാനിവിടെ മിസ് ചെയ്തു. പിന്നെ മൂവിയിലെ വിഷ്വൽസ് ഒക്കെ അടിപൊളിയാട്ടോ. ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കാണാനുണ്ട്. ലൈക്ക് അവർ ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും നല്ല രസമായിട്ടാണ്. വിഷ്വൽസും ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിത്തെ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഞാൻ എടുത്തെടുത്ത് പറയണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറി ലൈനിൽ പിന്നെ ഞാൻ വിട്ടുപോയ കാര്യമാണ്. അതായത് നമ്മൾ ലൂസിഫറിൽ കൂടുതൽ ഡ്രഗ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ടച്ച് ചെയ്തേക്കണമെങ്കിൽ ഇവിടെ അത് കൂടാതെ വേറെ കുറച്ച് ഇഷ്യൂസും കൂടി ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്.
അപ്പൊ നൈസായിട്ട് ഇപ്പൊ നടക്കുന്ന കറണ്ട് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൃഥ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആക്ടിങ് സ്കിൽസ് നമ്മൾ ശരിക്കും ആടുജീവിതത്തിൽ കണ്ടു. എന്നാൽ പുള്ളിയുടെ ഡയറക്ഷൻ സ്കിൽസ് ലൂസിഫറിൽ പുറത്തെടുത്തെങ്കിലും അതൊന്നും അല്ലാന്ന് ഇതിനകത്ത് കാണിച്ചു. ആള് വേറെ ലെവലിലേക്കാണ് ഡയറക്ഷൻ എടുത്തേക്കുന്നത്. നൈസായിട്ടുണ്ട്, രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും നിങ്ങൾക്ക് ആ മൂവി കാണുമ്പോഴാട്ടോ അതായത് ആസ് എ ഡയറക്ടർ പുള്ളി ചെയ്ത് വെച്ചേക്കണത് ഒരു അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കണത്. അപ്പൊ അങ്ങനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഐ റിയലി എൻജോയ്ഡ് ദ മൂവി. ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേപോലെ തന്നെ ഒരു അടിപൊളി മൂവിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വർത്ത് ദ വാച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റിൽ പറയാം. ഓക്കെ, അതെ.